ഇന്ന് അമ്മയ്ക്ക് ചെറുപയർ ദോശ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വെള്ളദോശയാണ് കഴിക്കാറ്. ഇത് മടുത്തോന്നാവോ ഈ സാധനം കഴിച്ചിട്ട്? പൈസ ഉണ്ടെങ്കിൽ മേടിച്ചോ. പൈസ ഉണ്ടെങ്കിൽ മേടിച്ചു വന്നു. വേണോന്ന് ചോദിക്കണത് കഴിക്കാൻ. അതിനോട് ഇപ്പോൾ താല്പര്യമില്ലാണ്ട് ചിക്കനോടും താല്പര്യമില്ല. എന്താണോ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇയാളുണ്ടാക്കും, ഞാൻ ഇന്ന് തിന്നും. 1:20 അമ്മൂത കഴിക്കാൻ തുടങ്ങി. ചിക്കൻ ഞാൻ വെക്കണേക്കാളും സൂപ്പറായിട്ട് കേട്ടോ, നല്ല വെന്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മോഡലിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കഴിയും. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 8:10 നമ്മളെ ദോശ പരിപാടിയിലേക്ക് തിരിയട്ടെ. ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് അമ്മയ്ക്ക് ചെറുപയർ ദോശ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വെള്ളദോശയാണ് കഴിക്കാറ്. ഇത് മടുത്തോന്നാവോ ഈ സാധനം കഴിച്ചിട്ട്? ഹലോ, പച്ചദോശയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇന്ന് പോയിട്ട് വല്ല ചിക്കൻ എന്തെങ്കിലും വാങ്ങണോ? ആർക്ക് വയ്ക്കാൻ വയ്യ, എനിക്ക് വയ്ക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഞാനല്ലേ വെക്കല്, നിങ്ങളൊക്കെയാണ് വെക്കല്. ഞാൻ പറയാം എനിക്ക് വയ്യ. പൈസ ഉണ്ടെങ്കിൽ മേടിച്ചോ. പൈസ ഉണ്ടെങ്കിൽ മേടിച്ചു വന്നു. വേണോന്ന് ചോദിക്കണത് കഴിക്കാൻ. അതിനോട് ഇപ്പോൾ താല്പര്യമില്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്താ താല്പര്യം? ചിക്കനോടും താല്പര്യമില്ല. എന്താണോ പിന്നെ ഇപ്പം എന്താ വേണ്ടേ? എനിക്ക് ഒന്നും വേണമെന്നില്ല. ഒന്നും വേണമെന്നില്ലേ? ചിക്കൻ വാങ്ങണം പറഞ്ഞിട്ട് വേണ്ടേ? ചിക്കൻ വാങ്ങിച്ചിട്ട് ഇയാളുണ്ടാക്കും, ഞാൻ ഇന്ന് തിന്നും. ഞാൻ കഴുകി തരാം. എന്റെ ഭർത്താവ് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഒരു കൂട്ടം ഉണ്ടാക്കി വെക്കും കേട്ടോ. എന്ത് കൂട്ടാൻ? ഒരു കൂട്ടം ഉള്ളി, ശരി 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 തൈര് യൂസ് ചെയ്തിട്ട് എന്താണോ ലാസ്റ്റ് ആവണത് അതാണ് അതിന്റെ പേര്. സാമ്പാറായ സാമ്പാർ, പെരിശ്ശേരിയാണെങ്കിൽ എരിശ്ശേരി. അപ്പം തിന്നാൻ മതി, പുളി എണ്ണ കേട്ടോ. ശരി, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുള്ളൂ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ കൂടെ അങ്ങനത്തെ. ഈശ്വര, എന്റെ വയറ് പ്രൊട്ടക്ട് ചെയ്തോടെ. ഈ മുതലിന്റെ ലബോറട്ടറിയാണിത്. എല്ലാ പരീക്ഷണ എക്സ്പെരിമെന്റ് ഇവിടെ നടക്കണത്. വേറെ ആരും കിട്ടില്ലല്ലോ. 1:20 അമ്മൂത കഴിക്കാൻ തുടങ്ങി. ചിക്കൻ ഞാൻ വെക്കണേക്കാളും സൂപ്പറായിട്ട് കേട്ടോ, നല്ല വെന്തിട്ടുണ്ട്. കഴിച്ചു നോക്കിയില്ലേ? ആണോ? നല്ല രസമുണ്ട്. അടിപൊളിയല്ലേ? നല്ല ഗ്രേവിയും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈ ആയിരുന്നു, നല്ല ഗ്രേവി ഉണ്ട്. എന്തായാലും നമ്മുടെ കഷ്ടപ്പാട് ഫലം കണ്ടിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. റബ്ബർ ഷീറ്റ് അല്ല, ടെൻഡർ ചിക്കനാണ്. ടേസ്റ്റിയാണ്. പെപ്പർ ഉണ്ട്. നല്ല പറ്റാവുന്ന മോഡലിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മോഡലിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിച്ചോ സാധനണ്ടോ? ചോറ് നല്ല മന്ത്രണം ആന്ന്. കുറെ ദിവസമായിട്ട് കടല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. ചീനച്ചട്ടിയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 4-5 മാസത്തിന് മുകളിലുണ്ട് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട്. ഇതാണ് സാധനം, കടല, നിലക്കടല അല്ലേ. സാധാരണ മണലിൽ ഇട്ടിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുക. മണലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഉണ്ടാക്കുക ചെയ്യുക. നമുക്ക് മണലും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, ഞാൻ കരിഞ്ഞു പോകും. നമുക്ക് കടല ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കരിയും. അങ്ങനെ നമ്മുടെ കടല ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തൊടാൻ പറ്റില്ല, നല്ല ചൂടാണ്. ഞാൻ തണുക്കട്ടെ, അതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊന്ന് സ്കൂൾ തുറന്നാൽ ഇത്തിരി ആശ്വാസം കിട്ടും നമുക്ക്. ഒരു കണ്ണും ചൂടുമില്ല. കുട്ടികൾ അങ്ങനെ തന്നെ അല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂൾ തുറക്കട്ടെ, അതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഉച്ചക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. പിള്ളേർ ഭയങ്കര ബഹളമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളാണ്, അവരുടെ പ്രായം അതാണ്. അവർ കളിക്കും. അവർ പിന്നെ കളിക്കാണ്ട് ഇപ്പോൾ ഈ പ്രായത്തിൽ നാമം ജപിച്ചിരിക്കേണ്ട പ്രായമാണ്. കളിക്കട്ടെ. നിങ്ങൾക്ക് ഇതൊന്ന് 2 കഷ്ണം തരട്ടെ. ഒരു 2 കൊല്ലം അത് വയലിട്ടോണ്ടിരിക്കാൻ കഴിക്കാൻ വല്ലതും. അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കൊളസ്ട്രോളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മുതലാണ്. കുറേശ്ശെ പ്രോട്ടീനൊക്കെ കിട്ടുന്ന മുതൽ തന്നെയാണ് കടല. പ്രോട്ടീനൊക്കെ ഉണ്ട്. അധികം കഴിച്ചാൽ പണി കിട്ടും. അത് മാത്രം ശ്രദ്ധിക്കുക. കാരണം ഓയിൽ കണ്ടൻ്റൊക്കെ ഉള്ളതാണ് ഇതിനകത്ത്. നമ്മൾ കടലെണ്ണ ഉണ്ടല്ലോ, ഇതാ ഈ മുതലൊക്കെ ഇതൊന്നും ഉണ്ടാക്കണതാണല്ലോ അല്ലേ. യെസ്, കണ്ടില്ലേ, ഇതിൻ്റെ ഫോട്ടോ കണ്ടില്ലേ, കടലെണ്ണ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. ശ്രദ്ധിച്ച് കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് ഡെയിലി ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകും. കടല നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്തിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. സംഭവം രസമുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചിപ്പോൾ. ഒരു കുഴപ്പം എന്താ വെച്ചാൽ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. തീവണ്ടിയുടെ ബോഗി പോലെയാണ്, ഒന്നിന് പിന്നാലെ ഒന്നിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇവിടെ സാധനം എടുത്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി വരട്ടാനുണ്ടാക്കി ആളെ കുട്ടിയതാണ്. കവറിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെ ചപ്പാത്തി ഉണ്ടാക്കി
കുറേ നാളായി പറയും തുടങ്ങിയിട്ട് ചപ്പാത്തി ഇല്ല വൈകിങ് ഉണ്ടാക്കിയൊക്കെ വൈകിങ് ഉണ്ടാക്കി അയ്യോ അയ്യോ എന്താ ചിക്കൻ കറി കണ്ടിട്ട് അത് തൊട്ടേക്കാല അല്ല എനിക്കൊന്നും വേണ്ട കാപ്പി മതി കമോൺ കമോൺ ഒക്കെ ശരിയാവും ഒരെണ്ണാണ്ട് കഴിച്ചോ അപ്പം ലെവലാവും എന്നുവെച്ചിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ ഛർദ്ദിച്ചു എന്ന് എഴുതിയിട്ട് എങ്ങനെയുണ്ട് ചപ്പാത്തി നല്ല രസമുണ്ട് നല്ല മയമുണ്ട് മഴയുണ്ടോ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ നമ്മുടെ ഉദ്ദേശം എന്തായാലും വർക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ചപ്പാത്തി നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇരുപതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഈ വ്ളോഗ് നമുക്ക് എഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.